നൽകുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നൽകിത്തരുന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ ടിബിനെയും ജെയ്സൺ ബ്രദറിനെയും കർത്താവ് അതിനെ ഉപയോഗിച്ചല്ലോ. പ്രിയപ്പെട്ട ജിബിൻ അച്ചാച്ചനായി സ്തോത്രം ചെയ്യുന്ന ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത കർത്താവിന് നന്ദി പറയുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. ആ ഒരു ബോധ്യത്തോടു കൂടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. നിങ്ങളുടെ ചിലരുടെ മാനസിക സ്ഥിതി അറിയാവുന്നതുകൊണ്ട് ഞാൻ ആരംഭത്തിൽ തന്നെ പറയാം, അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണ്ട. അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇവിടെ വന്നാലും എവിടെ ചെന്നാലും ചോദ്യം, സ്കൂളിൽ ചെന്നാൽ ചോദ്യം, വീട്ടിൽ വന്നാൽ ചോദ്യം, അങ്ങനെ യൂത്ത് വർഷിപ്പിന് വന്നാൽ ഇവിടെയും ചോദ്യമാണോ, അങ്ങനെ ചിന്തയൊന്നും വേണ്ട. ചോദ്യം ഞാൻ ചോദിക്കാം, നിങ്ങളതിൻ്റെ ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചോദ്യം ഇതാണ്: എന്താണ് പാപം? എന്താണ് പാപം? ഓക്കെ, ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾക്കൊരിക്കൽ കൂടെ യൂത്ത് വർഷിപ്പിനായിട്ട് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവസാന്നിധ്യം അനുഭവിപ്പാനും കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. അല്പസമയം ഞങ്ങൾ തിരുവചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളോട് ഇടപെടുകയും ചെയ്യുമാറാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകൾ കർത്താവ് തുറന്നു തരണം. ചിലരുടെ കണ്ണുകളെ സ്വർഗത്തിലെ ദൈവം തുറക്കണം. കർത്താവിനെ യഥാർത്ഥമായി കാണുന്ന നിമിഷങ്ങളാക്കി ഈ നിമിഷങ്ങളെ സ്വർഗം തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന സകല ഇരുട്ടിൻ്റെ അധികാരങ്ങളെയും ഇന്ന് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് അധികാരമുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമർച്ച ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, ഞാൻ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. കേരളം കഴിഞ്ഞ ഒരു 10-20 ദിവസമായിട്ട് കേരളത്തിൻ്റെ പത്രമാധ്യമങ്ങളിൽ ഒക്കെ വരുന്ന ഒരു വാർത്തയുണ്ട്. അത് ഒരു മനുഷ്യനെ തിരയുന്നതിനോടുള്ള വാർത്തയാണ്. അർജുൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ തിരയുന്നതിനോടുള്ള വാർത്തയാണ്. തിരഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അർജുനെ അല്ല, ഒരുപാട് അർജുനന്മാരെ തിരഞ്ഞുകൊണ്ടിരിക്കുക. മണ്ണിൻ്റെ അടിയിലാണ് പോയേക്കുന്നത്, വെള്ളത്തിൻ്റെ അടിയിൽ, ചെളിക്കടിയിൽ ഒഴുകിപ്പോയി, എവിടെയാണെന്ന് അറിയത്തില്ല.
പക്ഷെ നമ്മുടെ ഈ സംവിധാനങ്ങൾ എല്ലാം ഉപയോഗിച്ച് പല തരത്തിൽ തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു തിരച്ചിൽ തിരച്ചിൽ ആരാ? ദൈവമാ തിരയുന്നേ. സ്തോത്രം. ആരെയാ തിരയുന്നേ? ആദമിനെയും ഹവ്വയെയും ദൈവം തിരയാനുള്ള കാരണം എന്താ? ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തു. സ്തോത്രം. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു. സ്തോത്രം. കണ്ണു തുറക്കുക മാത്രമല്ല, പെട്ടെന്ന് അവരുടെ കാതിൽ ചില ശബ്ദം കാണുകയാണ്. എന്തുവാ? യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. എന്നിട്ട് മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ദൈവം കാണാതിരിക്കാൻ ഒളിച്ചു. അങ്ങനെ ആർക്കെങ്കിലും ഒളിക്കാൻ പറ്റുമോ? ദൈവത്തെ കാണാതെ ആർക്കെങ്കിലും ഒളിക്കാൻ പറ്റുമോ? നമ്മുടെ എല്ലാം ആഗ്രഹമാണ് ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന്, അല്ലേ? നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നൊരാഗ്രഹം. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളിങ്ങനെ പറയും, എനിക്ക് നല്ലൊരു മകനാകണം, എനിക്ക് നല്ലൊരു മകളാകണം. ഞങ്ങളുടെ ജോഷുവൊക്കെ പ്രാർത്ഥിക്കുമ്പം ഇടയ്ക്കിടയ്ക്കേ പ്രാർത്ഥിക്കുന്ന ഒരു വാക്കാണ്, നല്ല കുട്ടിയായിരിക്കാൻ കൃപ തരണേ കർത്താവേ, നല്ല കുട്ടിയായിരിക്കാൻ കൃപ തരണേ കർത്താവേ. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നല്ല കുട്ടികൾ. ഞങ്ങൾ പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശുശ്രൂഷകനാകാൻ കൃപ തരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? നല്ലൊരു ശുശ്രൂഷകനാകാൻ കൃപ തരണേ. ടിബിനച്ചാച്ചൻ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു വർഷിപ്പ് ലീഡർ ആകാൻ വേണ്ടി കൃപ തരണേ എന്നാണ്. ഇവിടെ ഒരു പ്രൊഫൈലിൽ ഇട്ടായിരുന്നു ഞങ്ങളുടെ 3 പേരുടെയും ഫോട്ടോ. ഒന്നുകൂടി ഇടാൻ പറ്റുമോ? ആരിൽ ഉണ്ടോ? ആ പിക്ചർ ഒന്ന് ഇടാവോ ഇവിടുത്തെ? ഓക്കെ, PCR ഇരിക്കുന്ന ആൾക്കാർ ആ പ്രൊഫൈലിൻ്റെ പിക്ചർ ഒന്ന് ഇടാവോ? ഓക്കെ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ അതൊന്ന് കാണുമായിരുന്നു, ആ പിക്ചർ. കണ്ടോ? ശരിക്കും നോക്കിയേ. അപ്പോൾ ഇതിനകത്ത് ടിബിനച്ചാച്ചനാണ് ശരിക്കും ഇതിനകത്ത് വർഷിപ്പ് ചെയ്യുന്നയാൾ. ജിബിനച്ചാച്ചനും വർഷിപ്പ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എൻ്റെ പേരിൻ്റെ അടിയിൽ എണ്ണ കിടക്കുന്നതെന്ന് നോക്കി നിങ്ങൾ. സിൽജു വർഗീസിൻ്റെ അടിയിൽ കിടക്കുന്നത് എന്തുവാ? പ്രയർ. അപ്പം ജിബിനച്ചാച്ചൻ്റെ അടിയിൽ കിടക്കുന്നത് വർഷിപ്പ്. ടിബിനച്ചാച്ചൻ്റെ അടിയിൽ കിടക്കുന്നത് വേർഡ് ഓഫ് ഗോഡ്, അല്ലേ? അപ്പോൾ എൻ്റെ ആ പേരിൻ്റെ അടിയിൽ കിടക്കുന്ന നോക്കിയേ, ഒരു പ്രയർ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു പ്രാർത്ഥന മനുഷ്യന്. സത്യത്തിൽ എൻ്റെ ഒരു ആഗ്രഹം അതാ കേട്ടോ, എൻ്റെ ഒരു ആഗ്രഹം അതാ. ഞാനത് കണ്ടപ്പം ഞാൻ ഒരു 2 വർഷം മുമ്പ് ഈ ചർച്ചിൽ നിന്ന് മലബാറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ സുശേഷവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യം തയ്യാറാക്കിയത്. ഞങ്ങളെല്ലാം സെറ്റാക്കി, സാധനം വരെ അവിടെ കൊണ്ടുവച്ചു. ഇവിടെ വന്ന് സാക്ഷിയൊക്കെ പറഞ്ഞു, പോകാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി. അപ്പം അങ്ങനെ എല്ലാം സെറ്റാക്കി കഴിയുമ്പോൾ ആ ഒരു അവസാന സമയങ്ങളിൽ രാജു പാസ്റ്റർ എന്നോട് പറയായിരുന്നു, മോനെ നീ ഇപ്പോൾ എന്തിനാ പോകുന്നത്? നീ അറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനക്കാരനാണ്, അതുകൊണ്ട് നീ പോകണ്ട, ഇപ്പോൾ പോകണ്ട എന്നന്ന് എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരാഗ്രഹം, ഞാനൊരു നല്ല ഒരു പ്രാർത്ഥനാ മനുഷ്യനാകണമെന്നുള്ള ഒരാഗ്രഹമാണ്. അപ്പോൾ ഞാൻ ജിബിനോട് ഇങ്ങനെ പറയുമായിരുന്നു, ടിബിൻ വർഷിപ്പ് ചെയ്യുന്ന ആളാണ്, ദൈവത്തിന് ഒരു പക്ഷേ ടിബിനെക്കുറിച്ചുള്ള ആഗ്രഹം പ്രസംഗിക്കണമെന്നുള്ളതായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ അടിയിലൊക്കെ പേരിട്ടേക്കുന്നതെന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ നമുക്കൊത്തിരി ആഗ്രഹങ്ങളുണ്ട്. എന്തുണ്ട്? നമുക്കൊത്തിരി ആഗ്രഹങ്ങളുണ്ട്. സ്തോത്രം. ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ആയി തീരണേന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അപ്പം നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് നമുക്കെല്ലാം എന്തുണ്ട്? ആഗ്രഹങ്ങളുണ്ട്. സത്യത്തിൽ നമുക്കതിന് കഴിയുന്നുണ്ടോ? ഞാനൊരു 3 ടിപ്സ് നിങ്ങളോട് പറയാം. 3 ടിപ്സ് വേഗത്തിൽ പറയാം. എങ്ങനെ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാം, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എങ്ങനെ ഒരു നല്ലൊരു അനുഭവത്തിലേക്ക് വരാൻ കഴിയും എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്: ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. ഒന്നാമത്തെ ചിന്ത എന്താ? ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന ചിന്ത. ആ ചിന്ത നമുക്കുണ്ട്. പലപ്പോഴും നമുക്ക് ആ ചിന്ത വരുന്നത് ഈ യൂത്ത് വർഷിപ്പിന് വരുമ്പോഴും ആരാധനയ്ക്ക് വരുമ്പോഴും
ആത്മീയരായിരിക്കുന്ന ആളുകൾ കൂടെ ഉള്ള സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ചിന്തയുണ്ട് അല്ലേ? പക്ഷേ 24/7 ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന ഒരു ചിന്ത നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരെങ്കിലും വേറൊരാളെ നിയന്ത്രിക്കേണ്ട കാര്യമുണ്ടോ? ആരെങ്കിലും നിയന്ത്രിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം നമ്മളെല്ലാം നല്ല പിള്ളേരല്ലേ? നമ്മളെപ്പോഴും നല്ല പിള്ളേർ വേറെ ലോകത്തിലില്ല. പക്ഷെ നമ്മളിപ്പോഴും ഇങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെയാണോ? അപ്പം നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി, ഒന്നാമത്തെ ചിന്ത, ദൈവം എപ്പോഴും എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ഇവിടെ ഈ ആദവും ഹവ്വയും ദൈവം കാണാതിരിക്കാൻ വേണ്ടി മരത്തിൻ്റെ പുറകിൽ വിളിക്കുക, ദൈവം കാണാതിരിക്കാൻ വേണ്ടി. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പം അതിനകത്ത് എന്താണ് പാപം എന്നതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ എഴുതിയത് ഇങ്ങനെയാണ്: സിൻ ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ട്രാൻസ്പെറൻസി. സിൻ ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ സുതാര്യം, സുതാര്യത. സുതാര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ചില ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്, സ്ഫടികത്തിൻ്റെ ഗ്ലാസ്സുകൾ, വലിയ. അപ്പോൾ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ അപ്പുറം വരെ കാണാം, ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, ഒന്നും മറയാൻ പറ്റത്തില്ല. അതുപോലത്തെ ക്ലാസ്സുകളുണ്ട്, സുതാര്യം, സ്ഫടികത്തിൻ്റെ ക്ലാസ്സുകൾ. സ്തോത്രം. അപ്പം എന്താണ് പാപം? പാപമെന്ന് പറയുന്നത് സുതാര്യതയുടെ പിന്നാമ്പുറങ്ങളിൽ ഒളിക്കുന്നതാണ്. മനസ്സിലായോ? നമ്മൾ കട്ടിയായി വാക്കുന്നല്ലോ പറയുന്നത്. പാപം എന്ന് പറഞ്ഞാൽ സുതാര്യതയുടെ പിന്നാമ്പുറങ്ങളിൽ ഒളിക്കുന്നതാണ്. ഒളിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മറഞ്ഞിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഇന്ന് ഈ യൂത്ത് വർഷിപ്പിൽ പങ്കുചേരുന്ന യൗവനക്കാരായിരിക്കുന്ന പിള്ളാർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവം എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇന്ന് ആ ഒരു ചിന്ത നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. നോക്കിക്കേ, ഞാൻ പറഞ്ഞു ദൈവം അന്വേഷിക്കുക. ആരെ അന്വേഷിക്കുന്നത്? തൻ്റെ മക്കളെ അന്വേഷിക്കുക. ഇവിടെ നമ്മൾ ഈ കാര്യം പഠിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇവരുടെ ചെവിക്കകത്തൊരു ശബ്ദം കേട്ടു. ദൈവം ഇങ്ങനെ നടക്കുന്ന ശബ്ദം കേട്ടു. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചേ? ദൈവം നടക്കുന്ന ശബ്ദം കേട്ടു. അപ്പോഴാണ് ഇവരെന്ത് ചെയ്തത്? ദൈവം കാണാതിരിക്കാൻ വേണ്ടി മരത്തിൻ്റെ പുറകിൽ എന്ത് ചെയ്തു? ഒളിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ആദമിനെ ഹവ്വയെ അന്വേഷിച്ച് ദൈവം ഇങ്ങനെ നടന്നാ വന്നേന്ന്? ഇവിടെ സംഭവിച്ചെന്തെന്നറിയോ? ഇവിടെ സംഭവിച്ചത്, ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ സ്നേഹചേച്ചിയും ജീവനച്ചാച്ചനും ജെയ്ഡനും കൂടെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രെയിനിൽ അപ്പം ഒരു അരമണിക്കൂർ വെയിറ്റിംഗ് ഉള്ള ഒരു സ്റ്റേഷനിൽ നിന്നെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ജീവനച്ചാച്ചൻ പുറത്തിറങ്ങി, എന്തോ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി. സ്നേഹചേച്ചിയും ജെയ്ഡൻ മോൻ കൂടെ അവിടെ ഇരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ടും ജീവനച്ചാച്ചൻ വരുന്നില്ല. അപ്പം സ്നേഹചേച്ചി, മോനെ നീ ഇവിടെ ഇരുന്നോ, ഞാനിപ്പോൾ അച്ചാച്ചനെ വിളിച്ചിട്ട് പപ്പനെ വിളിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞിട്ട് സ്നേഹചേച്ചി എന്ത് ചെയ്തു? പെട്ടെന്ന് ജീവനച്ചാച്ചനെ വിളിക്കാൻ വേണ്ടി പുറത്തോട്ടങ്ങ് ഇറങ്ങി. ആളെ കണ്ടു. രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഓടി വന്ന് കയറി ഇവരിയ്ക്കുന്ന സീറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ ജെയ്ഡൻ മോനെ കാണുന്നില്ല എന്ന് വിചാരിക്കുക. സ്നേഹചേച്ചി ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത്, ഇങ്ങനെ ആയിരിക്കും അന്വേഷിക്കുന്നത്. ജീവനച്ചാച്ചൻ ഇങ്ങനെ ആയിരിക്കും അന്വേഷിക്കുന്നത് ആണോ? ഒരിക്കലുമല്ല. അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് എന്തുവാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലേ സ്നേഹചേച്ചി? അല്ലേ? ഇങ്ങോട്ട് ഓടുക. ദൈവം എങ്ങനെ ആദമിനെ അന്വേഷിച്ച് വന്നെന്നറിയോ? ആദമിനെ ഹവ്വയെ. ദൈവത്തിൻ്റെ ഹൃദയം എങ്ങനെയാണെന്നറിയോ? ദൈവത്തിൻ്റെ ചങ്ക് പടച്ചുകൊണ്ട് ദൈവം അന്വേഷിക്കുക. നമ്മൾ മനസ്സിലാക്കണം, ദൈവം എന്നെ കാണുന്നുണ്ട് എന്നൊരു ചിന്തയാണ്. ആ ചിന്ത
ദൈവം കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഏറ്റവും അധികമായിട്ട് കാണുന്നത് ദൈവത്തിൽ നിന്നും തൻ്റെ മക്കൾ അകന്നു പോകുമ്പോൾ അതിനെ അന്വേഷിച്ച് ചെല്ലുന്ന ദൈവം. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചൊരു നല്ല ബോധ്യമുണ്ടാകണം. ആ ഒരു ബോധ്യത്തോടുകൂടെ ഇവിടെ നമ്മൾ പുറപ്പെട്ടു പോകാവുള്ളൂ. ദൈവം എപ്പോഴും എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം കാണുന്നത് പോലെ സാഹചര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയണം. എന്താ പറഞ്ഞേ? ദൈവം കാണുന്നത് പോലെ സാഹചര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയണം. യിരെമ്യാവ് എന്ന് പറയുന്ന മനുഷ്യനെ ദൈവ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് സത്യത്തിൽ യിരെമ്യാവ് ജനിക്കുന്നതിന് മുന്നമേയാണ്. യിരെമ്യാവ് ജനിക്കുന്നതിന് മുന്നമേ എന്ത് ചെയ്തു? യിരെമ്യാവിനെ വിളിച്ചു. പക്ഷെ ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടി യിരെമ്യാവിൻ്റെ അടുത്തേക്ക് ദൈവം ചെന്നു. എനിക്ക് തോന്നുന്നു ആ സമയം ഏകദേശം ഒരു 17 വയസ്സ് കാണും യിരെമ്യാവിന്. ആ സമയത്ത് യിരെമ്യാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചിരിക്കുക, നീ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ യിരെമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ യിരെമ്യാവിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുകയാണ്, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്നെ വിശുദ്ധീകരിച്ചു, നിന്നെ നിയോഗിച്ചു. നോക്കിക്കേ, യിരെമ്യാവ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിൻ്റെ മുന്നമേ ദൈവം യിരെമ്യാവിനെ അറിഞ്ഞു, വിശുദ്ധീകരിച്ചു, നിയോഗിച്ചു. യിരെമ്യാവിനോട് ചോദിച്ചിട്ടില്ലത്. അങ്ങനെ ഒരു പെർമിഷൻ യിരെമ്യാവിനോട് ചോദിച്ചിട്ടല്ല യിരെമ്യാവിനോട് ദൈവം അത് ചെയ്യുന്നത്. ജനിക്കുന്നതിൻ്റെ മുന്നമേ യിരെമ്യാവിനെ ദൈവം എന്ത് ചെയ്തു? ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി നിയോഗിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് യിരെമ്യാവിൻ്റെ അടുത്ത് ദൈവം ചെന്നത്. സ്തോത്രം. അപ്പം ഈ യിരെമ്യാവ് എന്താ പറയുന്നത്? ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, എനിക്ക് ഈ പണി പറ്റത്തില്ല. സാധാരണ ഇങ്ങനെ പറയാറില്ലേ? പിന്നെ ഈ യിരെമ്യാവ് പുരോഹിതൻ്റെ മകനാണ്. ഹിൽക്കിയാവ് എന്ന് പറഞ്ഞ പുരോഹിതൻ്റെ മകനാണ്. അപ്പോൾ പുരോഹിതൻ്റെ മകൻ ശരിക്കും നമ്മുടെ ഒരു പറച്ചിലനുസരിച്ച് പുരോഹിതനാകണ്ടേ അല്ലേ? ഈ ഡോക്ടർമാരുടെ മക്കൾ സാധാരണ ആരാകുന്നേ? ഡോക്ടർമാരാകും ചിലരൊക്കെ അല്ലേ? അധികം. അധ്യാപകരുടെ മക്കൾ അധ്യാപകരാകും. രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് മാറും. പാസ്റ്ററുടെ മക്കളോ അവർ പറയും ജീവിതത്തിൽ ഒരിക്കലും ഈ പണി ചെയ്യത്തില്ലെന്ന് പറയും. ലാസ്റ്റ് അവർ പാസ്റ്റർമാർ ആകും ഇല്ലേ? പാസ്റ്റർമാരോടൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേരങ്ങനെ സാക്ഷ്യം പറയും. അപ്പോൾ യിരെമ്യാവിനെ ദൈവം ജനിക്കുന്നതിന് മുമ്പേ നിയോഗിച്ചു. അപ്പോൾ യിരെമ്യാവ് ആ ഒരു കാര്യം ദൈവം വന്നിട്ട് അറിയിക്കുമ്പോഴത്തേന് യിരെമ്യാവ് പറയുകയാണ്, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. എന്താണ് യിരെമ്യാവിനോട് ദൈവം പറയുന്ന ഒരു മറുപടി? സ്തോത്രം. നീ ബാലനാണെന്നുള്ളത് ശരി തന്നെയാണ്, ബാലനാണെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ നീ പറയരുത് നീ ബാലനാണെന്ന് നീ പറയരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരും എന്തും പറഞ്ഞോട്ടെ നമ്മളെക്കുറിച്ച്. നമ്മുടെ സാഹചര്യങ്ങളായിരിക്കും പറയുന്നത്, നമ്മുടെ ബലഹീനതകളായിരിക്കും പറയുന്നത്, നമ്മുടെ പ്രശ്നങ്ങളായിരിക്കും പറയുന്നത്. പക്ഷെ ഒറ്റ കാര്യം, നീ മാത്രം എന്ത് ചെയ്യരുത്? ബാലനാണെന്ന് പറയരുത്. ഞാനാണ് നിന്നെ നിയമിച്ചിരിക്കുന്നത്, ഞാനാണ് നിന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ യിരെമ്യാവിൻ്റെ പ്രശ്നം, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്നാണ്. പക്ഷെ അതിനും ദൈവം ഒരു പരിഹാരം കൊടുക്കുക. ദൈവം എന്താ ചെയ്തത്? അവൻ്റെ നാവിനെ തൊട്ടു. അപ്പം നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരാൻ ദൈവം നമ്മളും തൊട്ടാൽ മതി. ദൈവം നമ്മളും തൊട്ടാൽ നമ്മുടെ സകല പ്രശ്നത്തിനും പരിഹാരമാണ്. അപ്പോൾ ഈ മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ദൈവമേ എന്നെ ഒന്ന് തൊടണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അത് അടുത്ത മീറ്റിങ്ങിലല്ല. അവൻ ഈ യൂത്ത് വർഷിപ്പിൽ എന്നെ ഒന്ന് തൊടണം കർത്താവേ, എൻ്റെ വിഷയത്തെ ഒന്ന് തൊടണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വിഷയത്തെ സ്വർഗത്തിലെ ദൈവം തൊടും. സ്തോത്രം. ഈ രണ്ട് വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് യിരെമ്യാവിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്ത് കാണുന്നു? എന്താ പറയുന്നേ?
നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പം ആമേൻ, ഈ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? 11-ാം വാക്യം. 1:11 യിരെമ്യാ പ്രവചനം 1:11 ഇങ്ങനെ പറയുന്നത്: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, യിരെമ്യാവേ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. അപ്പം യഹോവ അവനോട് പറയുകയാണ്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുമെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായി. 13-ാമത്തെ വാക്യ വീണ്ടും ചോദിക്കുകയാണ്, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു, അത് വടക്ക് നിന്ന് പ്രത്യക്ഷമായി വരുന്നു എന്ന് പറഞ്ഞു യഹോവ എന്നോട്. അപ്പം ഈ 2 ചോദ്യങ്ങൾ യിരെമ്യാവിനോട് ദൈവം ചോദിക്കുക, നീ എന്ത് കാണുന്നു, നീ എന്ത് കാണുന്നു. അപ്പോൾ 1-ാമത്തെ പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഒരു ബദാം വൃക്ഷത്തിൻ്റെ കൊമ്പ് കാണുന്നു. ദൈവം പറഞ്ഞു, നീ കണ്ടത് ശരി തന്നെ. 2-ാമത്തെ ചോദ്യം, നീ എന്ത് കാണുന്നു? ഞാനൊരു തിളയ്ക്കുന്ന കലം കാണുന്നു. ഉടനെ ദൈവം പറഞ്ഞു, നീ കണ്ടത് ശരി തന്നെ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് 2-ാമത്തെ ടിപ്സ്, ദൈവം കാണുന്നത് പോലെ സാഹചര്യങ്ങളെ കാണുവാൻ കഴിഞ്ഞാൽ, ദൈവം യിരെമ്യാവിനെ തൊട്ടപ്പോൾ നീ ബാലനാണെന്ന് നീ പറയരുത് എന്ന് പറഞ്ഞ് യിരെമ്യാവ് അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ യിരെമ്യാവിനോട് 2 ചോദ്യം ദൈവം ചോദിക്കുക, നീ എന്ത് കാണുന്നു? ദൈവം കാണിച്ച 2 കാര്യങ്ങളും യിരെമ്യാവ് പറഞ്ഞു അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, നീ കണ്ടത് ശരിയാ, നീ ശുശ്രൂഷയ്ക്ക് ഫിറ്റാണെന്ന് പറഞ്ഞു. എങ്ങനെയാ? ദൈവം കാണുന്ന പോലെ സാഹചര്യങ്ങളെ കാണണം. ഇന്ന് ഈ യൂത്ത് വർഷിപ്പിൽ പങ്കുചേരുമ്പോൾ ദൈവം കാണുന്നത് പോലെ സാഹചര്യം കാണുവാനുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. അതൊരു പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ, കോളേജുകളിൽ സ്തോത്രം 10, 40, 50 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. അതിനകത്ത് ചില കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ആമേൻ, ആ വിഷയങ്ങൾ അവരാരോടും പറയാത്തതായിരിക്കും. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ നിങ്ങൾക്ക് ദൈവം കാണുന്നത് പോലെ ആ സാഹചര്യങ്ങളെ കാണിച്ചു തരും. നിങ്ങളുടെ വീടിനകത്തൊരു പ്രശ്നം ഉണ്ടാകിയ, ഒരു പക്ഷേ നിങ്ങളുടെ പപ്പ അവൻ വയലൻ്റ് ആകുന്ന വ്യക്തിയായിരിക്കും, നിങ്ങളുടെ മമ്മി വയലൻ്റ് ആകുന്ന വ്യക്തിയായിരിക്കും. അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടാകും. നമ്മൾ പലപ്പോഴും കാരണം കാണത്തില്ല, കാണുന്നതാ, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന പ്രശ്നമാണ്. നമ്മൾ അത് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിധി എഴുതുന്നത് ഇല്ലേ? ഈ യേശുവും ശിഷ്യന്മാരും ഈ കടലിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പം കാറ്റും കോളും പെരുകുകയാണ്. അപ്പം ഭയങ്കര മഴയുണ്ട്, ഭയങ്കര വെള്ളം ഇരച്ചു കയറുന്നു. പക്ഷേ കർത്താവ് അവിടെ വന്നിട്ട് എന്തുവാ ചെയ്തേ? എന്തിനെയാ ശാസിച്ചേ? കാറ്റിനെ ശാസിച്ചു. അപ്പം കാറ്റിനെ കാണാൻ പറ്റുമോ? കാറ്റിനെ കാണാൻ പറ്റത്തില്ല. കാറ്റ് വന്ന് അടിക്കുമ്പോൾ അതിൻ്റെ അനന്തര ഫലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? 1, ദൈവം എന്നെ കാണുന്നു എന്ന ചിന്ത ഉണ്ടാകണം. 2, ദൈവം കാണുന്നത് പോലെ സാഹചര്യങ്ങളെ കാണണം. ഈ 2 കാര്യം നടന്നാൽ 3-മതൊരു കാര്യം ദൈവം ചെയ്യും. അത് മറ്റൊന്നുമല്ല, നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണും. നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണും. എന്തിനാ യിരെമ്യാവിനെ ജനിക്കുന്നതിന് മുന്നമേ ദൈവം അപ്പോയിൻമെൻറ്റ് ചെയ്തതെന്നറിയാവോ? എന്തിനാ ചെയ്തതെന്നറിയാമോ? ദൈവത്തെ യിരെമ്യാവിലൂടെ വെളിപ്പെടുത്തണം. ഈ യൂത്ത് വർഷിപ്പിൽ പങ്കുചേരുന്ന എല്ലാവരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പ്ലാൻ, നിങ്ങൾ യാദൃച്ഛികമായിട്ട് ജനിച്ചവരല്ല. ജനനത്തിന് മുന്നമേ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനുകളുണ്ട്. ആ പ്ലാൻ മറ്റൊന്നുമല്ല, ദൈവത്തെ നിങ്ങളിലൂടെ വെളിപ്പെടുത്തണം. ഒരു ദൈവമുണ്ടെന്ന് ലോകം മുഴുവനും അറിയുവാൻ നിങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുക. അത് വെളിപ്പെടുത്തണമെങ്കിൽ ആദ്യത്തെ 2 കാര്യം നടക്കണം. എന്താ? ദൈവം എന്നെ കാണുന്നു. ദൈവം എന്നെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും പോകുന്നിടത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാവരും ഇരിക്കുന്നിടത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. 1-ാം സങ്കീർത്തനം അതാ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും
പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ സന്തോഷിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. അപ്പോൾ ദൈവം എന്നെ കാണുന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ഈ പുസ്തകം, ദൈവത്തിൻ്റെ പുസ്തകം, ആമേൻ, അത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ദൈവത്തെ എങ്ങനെയാണ് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത്? വചനത്തിൽ കൂടെയാണ്. സ്തോത്രം. നമുക്ക് മറ്റു പലതിനും സമയങ്ങളുണ്ട്. ആമേൻ. ഒരുപാട് സമയങ്ങൾ മറ്റു പലരോടും സംസാരിക്കണം, നമുക്ക് സമയമുണ്ട്. ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ടവരുമായി എത്ര സമയം വേണം സംസാരിക്കും. സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മുടെ ജോയലിൻ്റെ കല്യാണത്തിന് പ്രിൻസ് പാസ്റ്റർ വന്നപ്പോൾ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അപ്പനോട് സംസാരിക്കാൻ മോന് സമയമില്ല, ടോപ്പിക്കില്ല. പക്ഷേ അവൻ പ്രേമിക്കുന്ന പെങ്കൊച്ചിനോട് രാത്രിയിൽ നേരം പുലരുന്നത് വരെ സംസാരിക്കാൻ സമയമുണ്ട്, ടോപ്പിക്കുമുണ്ട്. ശരിക്കും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ശരിക്കും യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് സംസാരിച്ച തീരത്തില്ല. മനസ്സിലായോ? നോക്കുന്നുണ്ട്. ഞാൻ ഷേബനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന സമയങ്ങളൊക്കെ അന്ന് ഈ ₹1 കോയിനിട്ടിട്ട് വിളിക്കാനുള്ള സംവിധാനമുള്ള അന്ന് ഈ മൊബൈലില്ല, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ₹1 കോയിനിട്ട് സംസാരിക്കുക. അപ്പം കീശയിൽ ഇങ്ങനെ ചില്ലറ കിടന്നുണ്ട് കിളിക്കാം. പണ്ടൊരു കള്ളു കുടിക്കാൻ വേണ്ടി പോയി. അന്ന് പുള്ളിയുടെ കീശയിലാണ് ഈ പൈസ കിടക്കുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ഷാപ്പിലോട്ട് ചെല്ലട്ടെ, നിൻ്റെ കിലുക്കൻ ഞാൻ തീർത്ത് തരാമെന്ന്. ഇടയ്ക്ക് തമാശ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ചില്ലറയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബൂത്തിനകത്ത് കയറിയിരിക്കുന്നത്. എപ്പോഴാണ് ഇറങ്ങുന്നത്, എത്ര സമയം കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് കാരണം എന്താ? സ്നേഹിക്കുന്നവരോട് സംസാരിച്ചാൽ സമയം പോകുന്നേ അറിയത്തില്ല. യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസിനോട് കർത്താവ് ഇതാ ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ പറഞ്ഞ് എനിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയൊക്കെ തയ്യാറാ, എന്തും ചെയ്യാൻ തയ്യാറാ. പക്ഷെ ചോദ്യം ഇത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അത് യൂത്ത് വർഷിപ്പിൽ വന്നിരിക്കുന്ന സമയത്തും ആരാധനയുടെ സമയത്തും ഉള്ള ആ സ്നേഹം ഉള്ളോ? ദൈവം അങ്ങനല്ല ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് നമ്മളെ വേണം. അത് 24/7. ആ ദൈവം കഴിഞ്ഞിട്ട് മതി അടുത്തയാൾ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സമയം ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുക, ക്രിസ്തീയ ജീവിതം നയിക്കാൻ വേണ്ടി തുടങ്ങുക. ദൈവം എന്നെ എപ്പോഴും കാണുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ രാജപൂക്കാല പാസ്റ്റർ കൂടെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഡീസൻ്റ് ആയിരിക്കാം നടക്കുന്നതല്ലേ? അല്ലേ? നമ്മളെപ്പോലെ ഡീസൻ്റ് വേറെ ഇല്ല. പക്ഷേ പൂക്കാല പാസ്റ്റർ അല്ല നമ്മുടെ കൂടെ ഉള്ളത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഞാൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് സത്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും. എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത്. നമ്മൾ രക്ഷിക്കപ്പെട്ട ആ ഒരു സമയത്ത് എന്നേക്കും നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടി ഒരു ആത്മാവിനെ നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. ആ ആത്മാവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് നമുക്ക് ബോധമുണ്ടോ? ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ദൈവം കാണുന്ന പോലെ സാഹചര്യങ്ങളെ കാണുക. എല്ലാം കാണുമ്പം അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി പോകരുത്. അതുകൊണ്ട് വിധിക്കാൻ വേണ്ടി പോകരുത്. എന്തൊക്കെയോ കാരണങ്ങൾ എല്ലാ കാര്യത്തിൻ്റെ പിന്നിലും ഉണ്ട്. ആ കാരണം അറിയുന്നയാൾ ദൈവമാണ്. അപ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധമുള്ളവന് ദൈവം അത് വെളിപ്പെടുത്തി തരും. അവർക്കേ ദൈവം അത് വെളിപ്പെടുത്തി തരത്തുള്ളൂ. അവർക്ക് മാത്രമേ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീടിനകത്ത് നമ്മളുമായിട്ട് ഇടപെടുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, അവിടെയുള്ള പ്രശ്നങ്ങളുടെ കാരണം നമ്മൾ കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ ദൈവം കാണുന്ന പോലെ എന്ത് ചെയ്യണം? സാഹചര്യങ്ങളെ നമുക്ക് കാണും. ഈ രണ്ട് കാര്യം നടന്നാൽ സ്വത്രം നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണും. സോ എനിക്കറിയത്തില്ല, ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം പൗരോഹിത്യനെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു 3-4 കോളുകൾ ഈ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വരികയാണ്. ആ കോളുകൾ വരുന്നത് കുടുംബ പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്.
അത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നൊരു കോൾ വന്നു. അവർ യേശു ആരാന്ന് പോലും അറിയത്തില്ല, പക്ഷെ ആരോ അവർക്ക് കൊടുത്തു. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞു. ഒരു പട്ടാളക്കാരനാണ് ഭർത്താവ്. പക്ഷേ ഇപ്പം ഈ സഹോദരി വേണ്ട. 4 വർഷമായിട്ട് ഈ സഹോദരിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അങ്ങനെ ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വരും. അപ്പോൾ അവർ വിളിക്കുക, അവർക്ക് പ്രശ്നങ്ങളാണ്. അവൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ പഠിച്ച ഒരു ഈ ബൈബിൾ കോളിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു ദൈവത്തിൻ്റെ ദാസൻ, ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചൊരു ദൈവത്തിൻ്റെ ദാസനാണ്. അവരുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നിരിക്കുക. സ്തോത്രം. ഇന്നിപ്പം ഉച്ചയ്ക്ക് ഇവിടെ ടാലൻറ്റ് ടെസ്റ്റിന് വന്നപ്പോഴത്തേന് എൻ്റെ കൂടെ പഠിച്ച മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു സഹോദരി കർത്താവിൻ്റെ വേല അതിശക്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഇപ്പം അവർ തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങൾ. നമ്മൾ വലിയ പുള്ളികളായതുകൊണ്ടല്ല നമ്മളെ വിളിക്കുന്നത്. സ്തോത്രം. നമ്മളിൽ എന്തോ ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. നമ്മളിൽ ദൈവത്തിൻ്റെ കൃപയുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപ അധികമായിട്ട് നമ്മുടെ മേൽ പകരണം. നമ്മളെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടവരാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടവരല്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരല്ല നമ്മൾ പരിഹരിക്കുന്നവരാ. അവൻ അങ്ങനെയാണെങ്കിൽ അവൻ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചോ, കർത്താവ് എപ്പോഴും എന്നെ കാണുന്നുണ്ട്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചു ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് എപ്പോഴും എന്നെ കാണുന്നുണ്ട്. ആമേൻ. എന്താ പാപമെന്ന് പറയുന്നത് ദൈവത്തെ കാണാതെ മറഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നതാണ്. ഒരിക്കലും അതിന് പറ്റത്തില്ല ദൈവമക്കളെ. ദൈവത്തെ കാണാതെ ഒരിക്കലും നമുക്ക് മറഞ്ഞിരിക്കാൻ കഴിയും. ദൈവം കാണാതെ മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. ദൈവം എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. അവൻ ദൈവം നമ്മളെ തിരയുന്നത്, ദൈവത്തിൻ്റെ ചങ്ക് തകർന്ന തിരയുന്നത്. ആമേൻ. തൻ്റെ ആ മക്കൾ ആമേൻ താൻ പറഞ്ഞതനുസരിക്കാതെ പിശാചിൻ്റെ വാക്ക് കേട്ട് തന്നിൽ നിന്നും അകന്ന് ഒളിച്ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ അരികിലേക്ക് അവരെ തിരഞ്ഞ് വരുന്ന ആ ചിത്രം അതൊരിക്കലും സന്തോഷത്തോടുകൂടെ അല്ല വരുന്നത്. തകർച്ചയോടെയാണ് വരുന്നത്. തകർച്ചയോടെ. എൻ്റെ മകൻ, എൻ്റെ മകൾ ഇന്ന് ഈ യൂത്ത് വർഷിപ്പിൽ പങ്കുചേരുമ്പോൾ തിരിച്ചറിയുക, നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ തകരുന്ന ഒരു ഹൃദയമുള്ള ആളാണ് നമ്മുടെ ദൈവം, നമ്മുടെ പിതാവ്. ആ പിതാവ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. ഒരു നിമിഷം പോലും നമുക്ക് മറയുവാൻ കഴിയത്തില്ല. നമ്മൾ എവിടെ പോയി പാർത്താലും, സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും നിൻ്റെ കണ്ണ് എന്നെ കാണുന്നു. പാതാളത്തിൽ പോയാൽ അവിടെയും കർത്താവ് നമ്മളെ കാണുന്നു. എവിടെയും നമുക്ക് പോകാൻ കഴിയത്തില്ല. ആ കണ്ണ് നമ്മളെ എപ്പോഴും കാണുന്നുണ്ട്. ഇന്ന് പകലിൽ ആ ഒരു തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടാകട്ടെ. എൻ്റെ അപ്പൻ എപ്പോഴും എന്നെ കാണുന്നുണ്ട്. എൻ്റെ അപ്പൻ വലിയവനാണ്. എനിക്ക് വേണ്ടി ജീവനെ തന്ന, പുത്രനെ ക്രൂശിൽ തകർത്ത ആ അപ്പനെ വിട്ട് എനിക്കെവിടെയും പോകണ്ട. ആ അപ്പനും ആയിട്ടില്ലാത്ത വേറൊരു ബന്ധം എനിക്ക് വേണ്ട. കർത്താവിനോടൊന്ന് പറഞ്ഞു. രണ്ടാമതായി നമ്മൾ ചിന്തിച്ചത്, ദൈവം കാണുന്നത് പോലെ സാഹചര്യങ്ങളെ കാണുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഒത്തിരി പ്രശ്നങ്ങളാണ്, ഒരുപാട് വിഷയങ്ങളാണ്, തകർച്ചകളുടെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ തകരുന്ന കുടുംബ ബന്ധങ്ങൾ, തകരുന്ന വ്യക്തികൾ, സമാധാനമില്ലാത്ത വ്യക്തികളെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ സംഭവിച്ചത്, അതിൻ്റെ കാരണം എന്താണ് എന്ന് കാണാനുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ കർത്താവ് നമ്മുടെ മേൽ പകരേണ്ടതിനായി സമർപ്പിച്ചു. അവൻ ഈ 2 കാര്യങ്ങൾ നടന്നാൽ നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണും. അവൻ യിരെമ്യാവ് പറഞ്ഞതുപോലെ ഒരിക്കലും പറയരുത്, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന്. അവൻ അങ്ങനെയുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ കർത്താവ് നിങ്ങളെ തൊടുന്ന പകല, കർത്താവ് നിങ്ങളെ തൊടുന്ന പകല. അവൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന പകല. നീ മാത്രം പറയരുത്. ആരും പറഞ്ഞോട്ടെ, നിന്നെക്കുറിച്ച് ആരും യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷെ നീ പറയരുത് നീ ബാലനാണെന്ന്. അവൻ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ ഭൂമിയിൽ ഞാൻ ജനിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ദൈവം നിയോഗിച്ചത് ഞാൻ ജനിക്കുന്നതിന് മുന്നമേയാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് പ്രത്യേകമായിരിക്കുന്നൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ,
ഞങ്ങൾക്ക് തന്ന വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ ആത്മാവ് ഞങ്ങളോട് പിന്നെയും ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആ സാന്നിധ്യ ബോധം എപ്പോഴും ആമേൻ അത് എപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതിനായി, കർത്താവ് എന്നെ കാണുന്നു എന്ന ചിന്ത അവൻ എപ്പോഴും എന്നെ ഭരിക്കേണ്ടതിനായി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ അവൻ ദൈവം കാണുന്നത് പോലെ സാഹചര്യങ്ങളെ കാണുവാനുള്ള ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞങ്ങളപ്പനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണും എന്ന് കർത്താവ് ഞങ്ങളോട് അറിയിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.